യുദ്ധം തുടരുകയാണെങ്കിൽ ഇനിയും സ്വർണ്ണവില താഴേക്ക് പോകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഡോളർ ശക്തിപ്പെടുന്നത് സ്വർണ്ണത്തിന് തിരിച്ചടിയാകുമെന്നും അതിനാൽ വില ഇനിയും കുത്തനെ താഴേക്ക് ഇടിയുമെന്നുമാണ് കണക്കുകൂട്ടൽ. യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇനിയും സ്വർണ്ണവില താഴേക്ക് പതിക്കും. ഡോളർ ശക്തിപ്പെടുന്നത് സ്വർണ്ണത്തിന് തിരിച്ചടിയാകുമെന്നും അതിനാൽ വില ഇനിയും കുത്തനെ താഴേക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ഈ തരത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സ്വർണ്ണത്തിന്റെ വില താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഡോളറിന് എന്ത് സംഭവിക്കുന്നു, സ്വർണ്ണത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടതും. ഡോളറിന്റെ മൂല്യം കൂടിയിരിക്കുന്നത് കൊണ്ടാണ് സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി തന്നെയാണ് ഡോളറിന്റെ മൂല്യം ഉയർത്തുന്നതും. പെട്രോളിയം ഉൽപ്പന്നങ്ങളും ക്രൂഡും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഈ ഇറക്കുമതി ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ഡോളർ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ്. ഹോർമോസ് കടലിടുക്ക് അടച്ചിരിക്കുന്നിടത്തോളം ഡോളറിന്റെ മൂല്യവും ഉയരും. അതുപോലെ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ദിവസം പലിശ നിരക്കം കുറയ്ക്കേണ്ടതായിരുന്നു. എന്നാൽ പണപ്പെരുപ്പം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വർണത്തിന്റെ പെരുമ ഇടിക്കും. ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ സ്വർണം ഇതുപോലെ തന്നെ പതുക്കെ പതുക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 20% വിൽക്കുന്നതും കേരളത്തിൽ തന്നെയാണ്. സ്വർണം സംസ്കാരത്തിന്റെ ഭാഗമാണ് കേരളീയർക്ക്. അങ്ങനെ ഒരു ഭ്രമവുമുണ്ട്. പല കുടുംബങ്ങളും ഇത്തരത്തിൽ സ്വർണ്ണഭ്രാന്ത് കാരണമാണ് കടക്കെണിയിൽപ്പെടുന്നത്. പക്ഷേ ഈ നിലയിൽ പോകുകയാണെങ്കിൽ സ്വർണം 1 ലക്ഷത്തിന് താഴേക്ക് എത്തുമെന്ന് തന്നെ പ്രത്യാശിക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജും സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.